ഇന്ന് ഇന്ന് പറയും മോദിജിയുടെ തള്ളലുകൾ ഇന്ന് തള്ളലുകളെ കുറിച്ച് പറഞ്ഞാൽ ഓ വീഡിയോ തുടങ്ങി ക്ഷമിക്കുക. ഇന്നത്തെ വിഷയം മോദിയുടെ വാഗ്ദാനങ്ങൾ. അത് വാഗ്ദാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏത് യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ന്യൂസ് പോർട്ടൽ തുറന്നാലും മനോരമ ആട്ടും എല്ലാ ന്യൂസ് പേപ്പറിലും കൂടുതൽ പരസ്യം കൊടുക്കുന്നത് BJP ആണ്. വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. അതിലേക്ക് നമുക്ക് നോക്കാം. ഈ പ്രാവശ്യത്തെ വാഗ്ദാനങ്ങളെക്കാട്ടും മുമ്പ് നമുക്ക് 2014 മുതൽ ഉള്ള വാഗ്ദാനങ്ങളെ BJPയുടെ മോദിജി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് വ്യക്തി പ്രഭാവത്തിലാണ് അന്നത്തെ ജയിച്ചത്. അപ്പൊ അപ്പോഴുള്ള വാഗ്ദാനങ്ങളെല്ലാം കേൾക്കാം. അപ്പോഴുള്ള വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പണം. ഇതോ ഇന്ത്യയിലെ കള്ളപ്പണം വിദേശത്ത് നടക്കുന്ന കള്ളപ്പണം എല്ലാം തോന്നുന്നു ഇന്ത്യയിൽ കൊണ്ടുവരും. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ സുരേന്ദ്രനൊക്കെ പറഞ്ഞ പെട്രോളിന് 50 രൂപ കിട്ടിയാൽ, ഡീസലിന് 50 രൂപ കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സമയത്ത് ഇലക്ഷൻ പ്രചാരണമൊക്കെ തുടങ്ങിയത്. അതിനിടയില്ല ഗുജറാത്തിനെ പോലെ വികസനം. അപ്പൊ ഫോട്ടോഷോപ്പിന് ബഹളമായിരുന്നു ആ സമയത്ത്. ഗൾഫിലെ രാജ്യങ്ങളുടെ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഫോട്ടോഷോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലെ വികസനം അങ്ങനെയാണ്, ഗുജറാത്തിലെ വികസനം അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം അച്ചേതി, അതിനുശേഷമുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാണ് 2014 ഇലക്ഷന്റെ വാഗ്ദാനങ്ങളും ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞത്. ഇനി 2019 വാഗ്ദാനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചല്ലോ. അന്ന് അത് ഞങ്ങളെ ജയിപ്പിക്കണം, അവശ്യ നിലയിൽ ICUയിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞതാണ് കോൺഗ്രസ് വിമുക്ത ഭാരതം, പാകിസ്ഥാന് വീട്ടിൽ കയറി ഞങ്ങൾ നിലംബര സൈക്കിളി, ചൈനയാണെങ്കിൽ ഞങ്ങൾ 1 ഇഞ്ച് സ്ഥലം ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ചൈന ഞങ്ങൾ കൂട്ടിലാക്കും, പാകിസ്ഥാനും ഞങ്ങൾ നേരിവിരി കൊള്ളും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളായിരുന്നു. അപ്പൊ അതിനുശേഷം 2024 വാഗ്ദാനങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം മോദിയുടെ ഗ്യാരണ്ടി അങ്ങനെയാണ് പറഞ്ഞത്. അതിൽ മനോരമയിലൊരു ഗ്യാരണ്ടിയുടെ സങ്കല്പം 2024 ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. പാവപ്പെട്ടവർക്ക് ക്ഷേമം, അടുത്ത 5 വർഷത്തേക്ക് സൗജന്യ റേഷൻ. നമ്മുടെ വെള്ളപ്പൊക്ക സമയത്തും ഇതിന്റെ സമയത്തൊക്കെ അവര് തന്ന കൃത്യമായ കണക്ക് പറഞ്ഞു കാശ് മേടിച്ചവരാണ് കേന്ദ്ര സർക്കാർ. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ അതിൽ പറയേണ്ടത് ഓരോ വീട്ടിലും പൈപ്പിലൂടെ ശുദ്ധമായ കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ അതിനു മുമ്പ് ഓരോ വീട്ടിലും കക്കൂസ്, അതായിരുന്നു അന്നത്തെ വാഗ്ദാനം. കക്കൂസ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാ. പെട്രോളിനൊക്കെ സെസ്സൊക്കെ കൂടിയതും പെട്രോളിന്റെ വില കൂട്ടിയതൊക്കെ കക്കൂസ് കൊടുക്കാനാന്നൊക്കെയുള്ള തള്ളക്കായിരുന്നു. വാഗ്ദാനങ്ങളായിരുന്നു. എല്ലാവർക്കും കക്കൂസ് കൊടുത്ത് തീർത്ത്. ഇനി വെള്ളം കൊടുക്കണം, കാരണം കക്കൂസ് പോകുമ്പോ വെള്ളം വേണമല്ലോ, ശുദ്ധമായ വെള്ളം ആ സമയത്ത് കൊടുക്കണം. ഇതെന്നുണ്ടെങ്കിൽ സായിക്കുമാരെ പോലെയാവും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കർഷകർക്ക് ആദരവ്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമരം ചെയ്ത കർഷകര്, ആദ്യത്തെ പ്രാവശ്യം സമരം ചെയ്ത കർഷകരോട് എങ്ങനെ കേന്ദ്ര സർക്കാർ പെരുമാറി, ആ ആദരവ് ഒന്ന് കാണേണ്ടതായിരുന്നു. ഇപ്രാവശ്യം അതിനെക്കാട്ടും വലിയ ആദരവായി. എന്തൊക്കെയായിരുന്നു ബാരിക്കേഡ് വെച്ച് തഴയുക, റോഡ് കുഴിച്ചു വരിക, അവരിപ്പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. അമ്മാതിരി ആദരവായിരുന്നു കർഷകർക്കെതിരെ മോദിജി കൊടുത്തത്. ഇനി മധ്യവർഗത്തിന് കരുതൽ. സ്വന്തമായ വീട് എന്ന മധ്യവർഗ കുടുംബങ്ങളുടെ സ്വപ്നം പൂണി. അതെ കക്കൂസ് പണിത് കഴിഞ്ഞിട്ടാണ് ആദ്യം പിന്നെ വീട് പണിയുന്നത് കേട്ടോ. അതാണ്, അതും മറക്കാതിരിക്കുക. കാരണം നീ വീടില്ലെങ്കിലും കുഴപ്പമില്ല, കക്കൂസിലാണെങ്കിൽ കിടക്കാൻ തുടങ്ങാം. മനസ്സിലായി? കക്കൂസില്ലെങ്കിൽ വീട് പണിതിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ആദ്യം കക്കൂസ് പണിയും, അത് കഴിഞ്ഞിട്ട് വീട് പണി. അതാണ് ഞങ്ങളുടെ അജണ്ട. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ആശുപത്രിയിലെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി, സെക്കൻഡറി ആരോഗ്യമന്ത്രി, അതായത് സൗജന്യ നിരക്കില് ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നാണ്. ആധുനിക ആരോഗ്യ സേവനങ്ങൾ, പുതിയ വിദ്യാഭ്യാസങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യും. അതായത് ഈ ആരോഗ്യ സേവനം വിപുലീകരിക്കുന്ന പറഞ്ഞാൽ ഞാൻ 2-3 ദിവസം മുമ്പ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗുജറാത്തിലെ മരുന്നിന്റെ കമ്പനിയുടെ ബോണ്ട് മേടിച്ചതിനെ ഒക്കെ കുറിച്ച്. വ്യാജമരുന്ന് നിർമ്മിക്കുന്ന കമ്പനികളുടെ ബോണ്ട് മേടിച്ച
BJP ഇതാക്കിയതിനെ കുറിച്ച് അങ്ങനെ വിപുലീകരിക്കണ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇനി പിന്നെ അടിസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം, എനിക്ക് അറിയാൻ പറ്റും എന്തിനാ ഇങ്ങനെ മോദിജി ഇങ്ങനെ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മോദിജിക്ക് ആർക്കെങ്കിലും, BJPക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്യൂ? നിങ്ങളൊന്ന് ആലോചിക്കുക, BJPക്ക് ആരെങ്കിലും വോട്ട് ചെയ്യൂ? പിന്നെയുള്ളതാണ് നിക്ഷേപത്തിലൂടെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ. അതായത് 2014-19 പറഞ്ഞു യുവാക്കളെ ഞങ്ങള് നിലത്ത് നിർത്തൂല, ജോലികളുടെ പെരുമഴയായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ നിക്ഷേപത്തിലൂടെ ആക്കിയിട്ടുണ്ട്. കാരണം ആരോട് പറയാൻ, എന്തെങ്കിലും അവിടെ നമുക്ക് വാഗ്ദാനങ്ങൾ കേട്ടാൽ മതി. വാഗ്ദാനങ്ങൾ പുഴുകി തിന്ന ഹിന്ദുക്കളുടെ വയറെന്നിറങ്ങി. പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ BJPക്ക് വോട്ട് ചെയ്യണവരെ വയറൊക്കെ നടന്നു. ബാക്കിയുള്ള അടുത്തത് നിക്ഷേപത്തിലൂടെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ. അതെ, തൊഴില് കിട്ടി ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ. എല്ലാവർക്കും തൊഴിലാണ്. ചെറുപ്പക്കാർക്ക് മൊത്തം 10 വർഷം ഭരിച്ചപ്പോ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യാൻ ഇപ്പൊ ബംഗാളികളെ വെക്കേണ്ടി വന്നു. അതാണ് അവസ്ഥ. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത പണികളൊക്കെ വിദേശ ഇതിന്ന് സൗദിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടാണ് ചെയ്യണത്. അതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അതായത് സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കായികം എന്നിവയിലൂടെ യുവാക്കൾക്ക് ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ. എന്റെ സർക്കാരെ ഇങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കല്ലേ? ഇത്തരം പണിയാനായിട്ട് ചെറുപ്പക്കാരെ അവിടെ കൊണ്ടുവരും. അത് അറിയാൻ പറ്റാൻ ചോദിക്കണേ, ഞങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് ഇപ്പൊ പണി കൊടുത്താണ് ഈ പരുവത്തിലായത്. ഈ ഭരണത്താൽ സമൃദ്ധമായ ഭാരതം അഴിമതിക്കെതിരെ, അതെ അഴിമതിക്കെതിരെ കർശന നടക്കും. ഏത് മറ്റേ പാർട്ടിക്കാർക്ക് ED അല്ല, നമ്മുടെ ഇതിനല്ലേ. നമ്മളെ അഴിമതി എന്ന് പറഞ്ഞ സാധനം ചെയ്യാറില്ല. സത്യമായിട്ട് ഞങ്ങൾ ചെയ്യാറില്ല. സത്യമായിട്ട് അഴിമതി എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ കണ്ടിട്ട് പോലില്ല. ഇല്ല ചെയ്ത. അടുത്തത് തൊഴിലാളികൾക്കൊപ്പം തൊഴിലുണ്ടായിട്ട് വേണ്ടേ തൊഴിലാളികൾക്കൊപ്പം നിൽക്കാനേ. ട്രക്ക് ഡ്രൈവർമാർക്ക് അത് ശരിയാ. ട്രക്ക് ഡ്രൈവർമാരുണ്ടെങ്കിൽ ഡീസലൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ശരി. വീട്ടുജോലിക്കാർക്ക് തൊഴിലാളികൾ, തൊഴിലാളികളൊക്കെ തെരുവിലായി. അവരെ സഹായിക്കാൻ വേണ്ടി പുതിയ കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഈ പോർട്ടലിലൂടെ. അത് ശരിയാ. അതായത് തെരുവിൽ നടക്കുന്ന തൊഴിലാളികളൊക്കെ, മറ്റു തൊഴിലാളികളൊക്കെ ഈ പോർട്ടലിലൂടെ ശക്തിമാണ്. നല്ലതാ, വളരെ നല്ലതാ. അപ്പൊ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പാടില്ല, എന്നാലും ചോദിച്ചു പോവുകയാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ജനങ്ങളുടെ അനുഗ്രഹത്താൽ കേന്ദ്രത്തിൽ NDA സർക്കാർ വരുമെന്ന് ഉറപ്പാണ്. വാഗ്ദാനങ്ങളുടെ പെരുമഴ എന്ന് പറഞ്ഞത്. ഇതിനിടയിൽ നമുക്ക് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരു പ്രധാനമന്ത്രിയോടുള്ള ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കേട്ടപ്പോഴും എന്ത് കേരളത്തിന് ഇതെന്നല്ല, പൊതുവെ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? 10 വർഷം ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു? അത് ചോദിക്കില്ല. കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? അത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു, ചെയ്തിട്ടുള്ള കാര്യമൊന്നും പറയത്തില്ല. കാരണം ചെയ്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ അടുത്ത 5 വർഷം കേരളത്തിന് ഞാൻ അവിടെ മലമറിച്ചിടും. അങ്ങനെയൊക്കെയാണ് ഉത്തരങ്ങൾ വരും. പിന്നെ ചോദിക്കണത് പിണറായി വിജയന്റെ അറസ്റ്റ് ഉണ്ടാവും. പിണറായി വിജയന്റെ വളരെ മോശക്കാരൻ, മുട്ടുകാലി ഞാൻ തല്ലൊരു കടത്ത പറഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ഇതാക്കും, ഇതിനെ വിധിച്ച് ഞാൻ ഇതാക്കും. മറ്റേ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പുകളൊക്കെ തട്ടിപ്പുകൾ നടത്തണതൊക്കെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ 10 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പകരം, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് ചോദിക്കുന്നതിന് പകരം, പിണറായി വിജയന്റെ വീട്ടിലെ പട്ടി പ്രസവിക്കാത്തതിന് കാരണം ആരാണ്? പിണറായി വിജയന്റെ മറ്റേ വീടിനടുത്ത് തൊട്ടടുത്ത് ഒരു ഇതുണ്ട്, ആ വഴിയുണ്ട്. ആ വഴിയുടെ അവിടെ കൂടെ ഭിത്തി കെട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ട് പിണറായി വിജയൻ ശരിയായി കൊടുത്തില്ല? അതിന് മോദിജി സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ബാലിശമായ ചോദ്യങ്ങളാണ് അതിന്റെ അകത്ത് ചോദിച്ചാൽ. ഞാൻ കുറച്ച് വീഡിയോ ഞാൻ കണ്ടോളൂ. എനിക്ക് താല്പര്യമില്ല ഇങ്ങനത്തെ ശരിക്കും. എന്തുകൊണ്ട് അവരെ പിടിക്കുന്നില്ല, ഇവരെ പിടിക്കുന്നില്ല? ഇതാണ് ചെയ്യേണ്ടത്. അല്ല, ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. നമുക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ 10 വർഷം എന്ത് ചെയ്തു? എന്തുകൊണ്ട് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് കിട്ടിയതിൽ എന്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? പോട്ടെ. തൊഴിലില്ലായ്മ എന്തുകൊണ്ട് ഈ ഇന്ത്യയിൽ ഇത്രയും തൊഴിലില്ലായ്മ ഉണ്ടായ
ഇത് അടുത്ത കാലത്ത് 10 വർഷത്തിനടുത്ത് ഇത്രയും ഇതുള്ളത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആയി എന്ന് ചോദിക്കാം. അത് ചോദിച്ചില്ല. വിലക്കയറ്റത്തെ കുറിച്ച് ചോദിക്കാം. അത് ചോദിച്ചില്ല. ഇതൊന്നും ചോദിക്കാതെ ശരിക്കും പറഞ്ഞ ഒരു പ്രൊമോഷൻ ഇപ്പൊ ഈ പരസ്യത്തിൽ കൊടുത്തേക്കണ അതേ ഇത് തന്നെയാണ് അവിടെ ചോദിക്കാനുള്ളത്, പറയാനുള്ളത്. അല്ലാതെ വേറെ പിന്നെയുള്ളത് പിണറായി വിജയനെ എന്ത് പറ്റി? പിണറായി വിജയന്റെ ഷർട്ട് ഈ സൈഡിൽ ചുളുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. മറ്റേ പിണറായി വിജയന്റെ ബാക്കിൽ നിന്നേച്ച ആൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തില്ല. അങ്ങനെയുള്ള ഇത് പിണറായി വിജയന്റെ മറ്റേ തൊട്ടപ്പുറത്ത് മൈക്ക് ഇങ്ങനെ ഒഴിഞ്ഞു പോയ ഇത് എന്തുകൊണ്ട് ആ മൈക്ക് പിടിച്ച് ഒളിച്ചു കളഞ്ഞു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇനി തള്ളൊന്നും ഞാൻ പറയില്ല. വാഗ്ദാനങ്ങൾ. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.